ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട് വീട്ടിൽ. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് താഴ്ത്ത് ഞാൻ പിടിക്കില്ല, ഞാൻ പാൻറ്റ് അത് ഞാൻ പറയുന്നില്ല. അതായത് ഞാൻ ഈ ഉടുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, താഴോട്ട് കണ്ടോ തോർത്താണ്, അതുകൊണ്ടാണ് ഞാൻ താഴോട്ട് കാണിക്കാത്തത് സുഹൃത്തുക്കളെ. ഇത് ഞാനിപ്പോൾ രാവിലെ എനിക്ക് ക്യാമ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ സ്കൂളിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം വന്നേ ഉള്ളൂ. ശേഷം ഇവിടെ വന്ന് കുറച്ച് മാങ്ങകൾ, പഴുത്ത മാങ്ങ കുറച്ച് പഴുത്ത മാങ്ങ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെത്തി അവർക്ക് തിന്നാനായിട്ട് ഇങ്ങനെ റെഡിയായി കൊടുക്കുന്നത്. കുറച്ചുകൂടെ മാങ്ങമാണ്, അതിവിടെ അടുത്ത് മാവുണ്ട്. ആ മാവിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ച് പഴുത്ത നിപ്പുണ്ട്, അവിടെ കുറച്ചുകൂടെ വേണം. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന മാങ്ങ കുറച്ച് ചതഞ്ഞു പോയത് കൊള്ളത്തില്ല. അപ്പോൾ മാങ്ങ പറിക്കാനായിട്ട് ഞാൻ വന്നതാണ്. നോക്കട്ടെ, അതുകൊണ്ട് ഇതിനകത്ത് മാങ്ങ നിപ്പുണ്ട്. അതായത് ഈ മാവുണ്ട്, ഇതിനകത്താണ്ട് ഈ നിൽക്കുന്ന മാങ്ങയൊക്കെ പഴുത്തത്. താണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു പഴുത്തത്, ഈ മാങ്ങ പഴുത്തതാണ്. ഉണ്ടോ? കാണിച്ചേ. ഞാൻ പറിച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്ന മാങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എൻ്റെ അമ്മായി, അതായത് നീതുവിൻ്റെ അമ്മ കൊണ്ടുവന്ന മാങ്ങ. ആ മാങ്ങ അതിൻ്റെ പേരെന്തോടി? പേരെന്തോ? ഇതെന്തോ? ഇത് മൽഗോവയല്ലേ? അങ്ങനെ കൊണ്ടല്ലേ അച്ഛൻ പറഞ്ഞത്. ഇത് മൽഗോവ, അതായത് ഇവളുടെ അത് നീതുവിൻ്റെ വീട്ടിലെ മാങ്ങ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ പഴുത്ത് കുറച്ചിരുന്നത് അത് നമ്മൾ വെട്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ മാങ്ങ കേട്ടോ. ഇത് ഇവിടുത്തെ മാങ്ങ തറ വീണ് ചതഞ്ഞുകൊണ്ട് ഇച്ചിരി കൊള്ളാതിരിക്കുകയാണ്. പക്ഷേ ഇത് സൂപ്പർ മാങ്ങ, മധുരം ഇല്ലെങ്കിൽ നല്ല രസത്തില്ല. അപ്പോൾ ഞാൻ അതിനകത്ത് മാങ്ങ ഇട്ടാൽ നോക്കട്ടെ. വേറെ ഒന്നുമില്ല, ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ആയല്ലോ. പുളിശ്ശേരി, തോരൻ, ചീനി, എന്താ അവിടെ പാല് കാച്ചിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പോയി കുറച്ച് മാങ്ങ ഉണ്ടാകുന്ന നോക്കട്ടെ. ഇവക്കിപ്പം മാങ്ങ വേണം, അത് പറിച്ച് കൊടുക്കട്ടെ. അതുപോലെ തന്നെ സംഭവം നിപ്പോണ്ട്, ഇതാ മുകളിലിരിക്കുന്ന മാങ്ങ പഴുത്ത നിപ്പോണ്ട് കേട്ടോ. ഇത് പഴുത്ത മാങ്ങ, ഇത് കുറച്ച് പഴുത്തത്, അത് പഴുത്തില്ല, ഇത് പച്ച മാങ്ങ. അത് എന്നാലും ഇളം പഴുപ്പാണ്. നോക്കട്ടെ. പിന്നെ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് കേട്ടോ, പിന്നെ പഴുത്തത്. നാല് മാങ്ങ കിട്ടിയിട്ടുണ്ട്. 4 മാങ്ങ. ഇനിയിപ്പം ചെത്തി ഒക്കെ കൊടുക്കണം. ഇന്ന് ഉച്ചയ്ക്ക് ഇന്നലെ നമുക്ക് ചന്തയിൽ നിന്ന് അയല മീനുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മീനില്ല, നമ്മൾ ഉണക്കമീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തോ മീൻ അടിയത്? മത്തി. ഉണക്കമീനാണ് ഇന്ന്. നമുക്ക് ഉണക്കമീൻ കറി, ഉണക്കമീൻ പൊരിച്ചതൊക്കെ. ഉണക്കമീൻ കറി ഇതാ. ഇത് അവിടെ ഉണക്കമീൻ ചുരണ്ടി അത് വൃത്തിയാക്കുകയാണ്. ഉണ്ടോ? ആ സെയിം സാധനം തന്നെ തോന്നല്ലേ? അത് തന്നെ സെയിം സാധനം തന്നെ മേടിച്ചത് അവര്. സെയിം തന്നെ മേടിച്ചത്. അവരെ തന്നെ മേടിച്ചത്. അത് നമുക്ക് പൊഴിക്കര പോയി മേടിക്കണം. അതല്ല സൂപ്പർ ഫ്രഷ് സാധനം. അത് അപ്പോഴും പൊഴിക്കരയിൽ മേടിക്കണം നമ്മൾ. അപ്പോൾ അവിടെ ഉണക്കമീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോട്ടസ് കൃഷി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ നിലവിൽ നമ്മൾ നട്ട ട്യൂബറുകളെല്ലാം പൂക്കളൊക്കെ വന്നു, കുറേയൊക്കെ കുറഞ്ഞു. അപ്പം കുറച്ചൊരു 10 ട്യൂബറുകൾ ഞാൻ പുറത്തുനിന്ന് ചോദിച്ചിട്ടുണ്ട്, അവർ അയച്ചിട്ടുണ്ട്. നാളെ ഇവിടെ എത്തും. അപ്പം നിലവിൽ ഇതാണ് ഈ നിലയിൽ നിൽക്കുകയാണ്. ഇതൊരു എത്ര ഉണ്ട്? 5, 10, 15, 16 ഉണ്ട്. 16 ട്യൂബറുകൾ നട്ടിട്ട് ഈ പരുവത്തിരിക്കുക എല്ലാത്തിനും. ഇതൊക്കെ അവസാനം നട്ടതാണ് പൂക്കൾ വന്നത്.
ഞങ്ങളുടെ കാറാണ് ഇത്. നമ്മൾ വൈകുന്നേരം പുറത്ത് പോയിട്ട് തിരിച്ച് വന്ന് ഇവിടെ കൊണ്ടിടുക. നമ്മൾ അപ്പുറത്ത് അമ്മയുടെ വീട്ടിലാണ് ഇടുന്നത്, മുകളിലാണ് ഇടുന്നത്. അത് അവിടെ കൊണ്ടിടണം. അവിടെ ഇട്ടിരിക്കുക, ഇത്തിരി കഴിഞ്ഞിട്ട് കൊണ്ടിടണം. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുകൾ വശമാണ് കേട്ടോ. അപ്പം ഇന്ന് നാളെ മുതൽ നമുക്ക് ട്രെയിനിങ് തുടങ്ങിയ, അതായത് നമ്മുടെ സ്കൂളിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നാളെ മുതൽ നമ്മുടെ ടീച്ചിങ് ട്രെയിനിങ് തുടങ്ങുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഇവിടെ അടുത്ത് തന്നെ അടുത്തുള്ള ഒരു സ്കൂളിൽ വെച്ചാണ് ട്രെയിനിങ്. അപ്പോൾ നാളെ രാവിലെ അങ്ങോട്ട് പോകും. പിന്നെ വൈകുന്നേരം വരെയാണ്, 5 മണി വരെ ക്ലാസ് കാണും. അപ്പോൾ അതിൻ്റെ ഇരിക്കണം. ഉണ്ടോ? ഇതെല്ലാം നമ്മുടെ സ്ഥലം. താഴെ കാണുന്നൊക്കെ നമ്മുടെ സ്ഥലം. ഇത് ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബ വീട്. അമ്മയൊക്കെ ഇവിടെയാണ്.